ഗുരുവായൂർ ദേവസ്വം വിവാദങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ കുചേലനെ തന്നെ അവരെടുത്ത് കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഭഗവാന്റെ പരമഭക്തനായ കുചേലൻ, ഏറ്റവും ഉത്തമനായ ഭക്തന്മാരിൽ ഒരാളാണ് കുചേലൻ. ആ കുചേലനെ മഞ്ജുളാൽ തറയിൽ നിന്നെടുത്ത് ചൂരെല്ലാം വെക്കുന്ന അല്ലെങ്കിൽ ചപ്പുചവറുകൾ ഇട്ടിടുന്ന ഒരു മൂലയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. ദരിദ്രനായതുകൊണ്ടാണോ, ഭക്തൻ മാത്രമായതുകൊണ്ടാണോ കുചേലനെ ഇങ്ങനെ ഒഴിവാക്കുന്നതെന്നാണ് ഒരു ചോദ്യം വരുന്നത്. കുചേലനെ ഒഴിവാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാർക്സിസ്റ്റ് ഭരണസമിതിയാണല്ലോ. അപ്പോൾ ദേവസ്വം ധനികമായതുകൊണ്ട് ദരിദ്രനായ ഒരാൾ ഭഗവാനെ തൊഴുത് മഞ്ജുളാൽ തറയിൽ നിൽക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാവില്ല. അങ്ങനെ ഒരാളെ വേണ്ട. ഈ എല്ലും തോലുമായിട്ടാണല്ലോ ഇരിക്കുന്നത്. കാരണം ഇപ്പോൾ പങ്കാളിത്ത ജനാധിപത്യത്തിൻ്റെ കാലത്ത് കോർപ്പറേറ്റുകളൊക്കെ ആയിട്ട് നല്ല ബന്ധം വന്നിട്ട് സഖാക്കളൊക്കെ നന്നായിട്ട് കൊഴുത്തിട്ടുണ്ടാവും. ഒരു ദരിദ്രനായ ഒരാളൊരു ശകുനം മുടക്കിയായിട്ട് മഞ്ജുളാൽ തറയിൽ നിൽക്കുന്നത് ശരിയല്ല എന്ന് സഖാക്കൾക്ക് തോന്നിയിട്ടുണ്ടാവും. ഇത് കുചേലൻ്റെ പ്രതിമ ഒരു ഭക്തൻ അവിടെ സമർപ്പിച്ചതാണ്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അകത്ത് പറ്റാത്തത് കൊണ്ടാണ് ആ പ്രതിമ എടുത്ത് മഞ്ജുളാൽ തറയിൽ വെച്ചത്. ഗുരുവായൂരപ്പനും കുചേലനും മുഖാമുഖം നിൽക്കുന്ന രീതിയിലായിരുന്നു ആ കുചേലൻ്റെ പ്രതിമ. അപ്പോൾ അടുത്ത കാലത്ത് അവിടെ സ്വർണ്ണ നിറമുള്ള ഒരു ഗരുഡ പ്രതിമ പുതിയതായിട്ട് മഞ്ജുളാൽ തറയിൽ വെച്ചിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഭരണസമിതി അവിടെ നിന്ന് പിന്നെ എപ്പോഴെങ്കിലും വെക്കാം എന്ന് പറഞ്ഞിട്ട് ഈ കുചേല പ്രതിമ അവിടെ നിന്ന് പുതിയൊരു പ്രതിമയൊക്കെ കൊണ്ട് വെക്കാം എന്നൊക്കെ പറഞ്ഞ് മാറ്റിയതാണെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു കല്യാണത്തിന് അവിടെ പോയപ്പോൾ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലൊരു മൂലയ്ക്ക് വേസ്റ്റ് ഇല്ലേ, മാലിന്യം, ചൂലുമൊക്കെ മൂലയിൽ വെക്കില്ലേ, അതിൻ്റെ കൂടെ കിടക്കുകയാണ് ഈ പ്രതിമ. കുചേലൻ്റെ പ്രതിമ അങ്ങനെ കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. നിലം അടിക്കുന്ന ചൂലും ഉപയോഗശൂന്യമായ വസ്തുക്കളും ഒക്കെ കൂട്ടിയിട്ടിരിക്കുന്ന അവിടെ ആണ് മറിഞ്ഞു കിടക്കുന്ന മട്ടിൽ കാണുന്നത്. പിന്നെ കുചേലൻ ബ്രാഹ്മണനാണല്ലോ അല്ലേ? അതെ. അപ്പോൾ ഈ ബ്രാഹ്മിൻ ഹെജ്മണിയും ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വേണ്ട എന്ന് സഖാക്കൾ തീരുമാനിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മഞ്ജുളാൽ തറയിൽ ഗുരുവായൂരപ്പനെ തൊഴുത് നിൽക്കുന്ന രീതിയിലാണ് കുചേലൻ ഉണ്ടായിരുന്നത്. കിഴക്ക് ഭാഗത്തെ ഗരുഡനെയും ഭക്തന്മാർ തൊഴുന്നുണ്ടായിരുന്നു ആ സമയത്ത്. മാർച്ച് 2-നാണ് പുതിയ ഗരുഡ പ്രതിമ ഈ മഞ്ജുളാൽ തറയിൽ വന്നത്. ആൽത്തറ നവീകരിക്കുമ്പോൾ കുചേല പ്രതിമ മാറ്റിയതാണ് എന്നാണ് ദേവസ്വം പറയുന്നത്. നവീകരിച്ച് പുതിയ പ്രതിമ സ്ഥാപിക്കും എന്നും പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞിട്ടും കുചേലന് വേണ്ടി യാതൊന്നും അവിടെ ചെയ്തിട്ടില്ല. ഇതിൻ്റെ അകത്തുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ഡലകാലം ഉണ്ടല്ലോ, മണ്ഡലകാലത്ത് ഗുരുവായൂരിൽ തന്നെ കുചേല ദിനം കൊണ്ടാടുന്നുണ്ട്. കുചേലന് വേണ്ടി ഒരു ദിനം തന്നെ കൊണ്ടാടുന്ന സ്ഥലമാണ് ഗുരുവായൂർ. അപ്പോൾ വൃശ്ചികം 1-നാണ് മണ്ഡല പൂജ തുടങ്ങുന്നത് ഗുരുവായൂരിൽ. 41 ദിവസത്തെ പൂജയും ഉണ്ട് ഗുരുവായൂരിൽ. ആ സമയത്ത് ഗുരുവായൂരിൽ ദിവസവും പഞ്ചഗവ്യം എന്ന് പറഞ്ഞാൽ പാല്, തൈര്, നെയ്യ്, മൂത്രം, ചാണകം ഇതെല്ലാം ചേർത്ത് പ്രത്യേക അഭിഷേകമുണ്ട് മണ്ഡലകാലത്ത്. അത് ആന്തരികമായൊരു ശുദ്ധിക്ക് വേണ്ടി, പാപങ്ങളൊക്കെ നീക്കിക്കളയാൻ വേണ്ടിയിട്ടാണ് എന്ന് വിശ്വസിച്ചിട്ട് ഭക്തർ ഇത് കഴിക്കാറുമുണ്ട്. ആ സമയത്ത് പഞ്ചഗവ്യം കഴിക്കാറുണ്ട്. അതിനുവേണ്ടി തന്നെ ക്ഷേത്രം സന്ദർശിക്കുന്ന ആളുകളുമൊക്കെ ഉണ്ട്. മണ്ഡലകാലം അവസാനിപ്പിക്കുമ്പോൾ കളഭാട്ടം നടക്കും അവിടെ. ചന്ദനം, കുങ്കുമം, കർപ്പൂരം, പനിനീർ ഇതിൻ്റെയൊക്കെ മിശ്രിതം ആണ് ഈ കളഭാട്ടത്തിന് ഉപയോഗിക്കുന്നത്. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ കളഭാട്ടവും ഒക്കെ നടക്കുന്നത്. അപ്പോൾ സാമൂതിരിയുടെ അവകാശം ആണ് ഈ കളഭാട്ടം ആയിട്ട് അവിടെ നടത്തുന്നത്. അപ്പോൾ ഈ കാലത്ത് തന്നെയാണ് കുചേല ദിനവും അവിടെ ആചരിക്കുന്നത്. ഈ മണ്ഡലകാലത്ത് ഡിസംബർ 17 ആണ് ഈ കൊല്ലം കുചേല ദിനം വരിക. അപ്പോൾ ഡിസംബർ 17 വരേണ്ടതാണ്. ഇനി അധികം കാലമില്ല. പക്ഷെ കുചേല പ്രതിമയ്ക്ക് ശാപമോക്ഷമൊന്നും കിട്ടിയിട്ടുമില്ല. ധനു എന്ന് പറഞ്ഞാൽ ഡിസംബർ, ധനുവിലെ ആദ്യത്തെ ബുധനാഴ്ച ആണ് കുചേല ദിനം ആയിട്ട് ആചരിക്കുന്നത്. കുചേലൻ കൃഷ്ണന് അവിൽ സമർപ്പിച്ച കഥ ഭുവനപ്രസിദ്ധമാണ്. ശാശ്വതമായ ആനന്ദവും സമ്പത്തും അങ്ങനെ അവിൽ സമർപ്പിച്ചപ്പോൾ കുചേലന് കിട്ടി. കുചേലനും ധനികനായി. ഒന്നിച്ച് പഠിച്ച ആളുകളാണ് അവർ അല്ലേ? അവർ ഒരേ കാലത്ത് സ്റ്റുഡൻറ് പൊളിറ്റിക്സിലൊക്കെ ഉണ്ടായിരുന്ന സഞ്ജീവനി മഹർഷിയുടെ കീഴിൽ പഠിച്ചത്.
അതെ, പഠിച്ചതാണ്. അപ്പോൾ അവില് വഴിപാടായിട്ട് ഈ സമയത്ത് കുചേല ദിനത്തിൽ ഭക്തർ കൊണ്ട് സമർപ്പിക്കാറുമുണ്ട്. അവൽ നിവേദ്യം എന്ന് പറഞ്ഞിട്ട് നമസ്കാര മണ്ഡപത്തിലാണ് ഈ അവല് നിവേദ്യമായിട്ട് കൊണ്ട് ഭക്തർ വെക്കുന്നത്. ഇങ്ങനെ കുചേലന് വേണ്ടി ഒരു ദിനം തന്നെ മണ്ഡലകാലത്ത് ആചരിക്കുന്ന സ്ഥലമാണ് എന്നുള്ളതൊന്നും ഈ ഭരണസമിതിയിലുള്ള സഖാക്കൾക്ക് ചിലപ്പോൾ ധാരണ ഉണ്ടാവില്ല. അങ്ങനെയും വരാം. അതാണ് ഈ കുചേലൻ്റെ ഇപ്പോഴത്തെ ആ കിടപ്പുണ്ടല്ലോ ചൂലിൻ്റെ ഒക്കെ കൂടെ വലിയ സങ്കടകരമാണ് നമ്മൾ കണ്ടാൽ. അതായത് ഒരു ഭക്തനാണ്, പരമഭക്തൻ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിപ്രൻ കൂടിയാണ്. വിപ്രൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതനായിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ ബ്രാഹ്മണ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ബ്രഹ്മത്തെ അറിഞ്ഞ ഒരാളാണ്. അത്രയും പരമഭക്തനായിട്ടുള്ള ഭഗവാനോടുള്ള ഏറ്റവും പരമമായ ഭക്തിയിൽ നിൽക്കുന്ന, പ്രേമത്തിൽ നിൽക്കുന്ന ഒരാളെയാണ് ഭഗവാന്റെ മുന്നിൽ കൊണ്ട് സ്ഥാപിച്ചത്. അത് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് ഇവർക്കുണ്ടാകണമെങ്കിൽ, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾക്ക് ഉണ്ടാകണമെങ്കിൽ ആദ്യം ഭഗവാൻ ആരെന്നറിയണ്ടേ? സാറിന് തോന്നുന്നുണ്ടോ ഭഗവാൻ ആരെന്നുള്ള ഒരു ബോധം ഈ സഖാക്കൾക്ക് ഉണ്ടാകുമെന്ന്? പിന്നെയല്ലേ ഭക്തനെ അറിയാം. അവർക്ക് ബോധം ഇല്ലാതില്ല. ഭഗവാൻ എന്ന് പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറിയാണ്, അതാണ് ധരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ അയ്യപ്പ സംഗമം നടത്തുന്നു. അയ്യപ്പ സംഗമത്തിൽ ഇവർ മുഖ്യാതിഥിയായിട്ട് വിളിച്ചത് ആരെയാണ്? മുഖ്യാതിഥിയായിട്ട് വിളിച്ചത് നിരീശ്വരവാദിയായ സ്റ്റാലിനെയാണ്. അയാളും അയ്യപ്പനുമായിട്ട് എന്താ ബന്ധം? അതിന്റെ ഉദ്ഘാടനം പിണറായി വിജയനാണ്. പിണറായി വിജയൻ ക്ഷേത്രങ്ങളിൽ പോകാറുണ്ടോ? ഇല്ല. അപ്പോൾ അദ്ദേഹം നിരീശ്വരവാദിയാണ്. പിണറായി വിജയൻ പ്രഖ്യാപിത നിരീശ്വരവാദിയാണ്. അപ്പോൾ അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുന്ന ആള് നിരീശ്വരൻ, അയ്യപ്പനുമായിട്ട് ബന്ധമില്ല. മുഖ്യാതിഥിയായിട്ട് ഇവർ ക്ഷണിച്ച ആള്, അത് അത്രയും ബോധം അങ്ങേർക്കുണ്ട്. അങ്ങേര് എന്തായാലും ഭാര്യയും മക്കളും ഒക്കെ ഉപദേശിച്ചു കാണും അല്ലേ? ഭാര്യ ഗുരുവായൂരിൽ വന്നിട്ട് കിരീടം സമർപ്പിച്ചിരുന്നില്ലേ? സ്വർണ്ണ കിരീടം 15 ലക്ഷം രൂപ വില വരുന്നതാണ്. കാരണം അത് സമർപ്പിച്ചത് എന്താന്ന് വെച്ചാൽ അവരുടെ മകൻ ഉദയനിധി മറ്റേ സനാതന ധർമ്മം മലേറിയ പോലെയും അല്ലേ കൊറോണ പോലെയും ഒക്കെ പകർച്ചവ്യാധിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോന് വിവരമില്ലല്ലോ, ഭഗവാൻ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവര് ഗുരുവായൂരിൽ വന്നത്. ദുർഗ എന്നോ മറ്റോ ആണ് അവരുടെ ഒരു ബന്ധുവായ സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നു, ജയന്തി എന്നോ അങ്ങനെയാ മനസ്സിൽ പേര് കിടക്കുന്നത്. ഇവർ വന്നിട്ട് 15 ലക്ഷം രൂപ വരുന്ന കിരീടം അവിടെ ഭഗവാൻ സമസ്താപരാധം ഒക്കെ പറഞ്ഞിട്ട് അവർ വെച്ചതാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സാമ്പത്തികമായ ഒരു ബൂർഷ്വയാവുക. അതാണ് നമ്മൾ ഉദാത്തമായ കാര്യം അല്ലേ? നമ്മുടെ പരമമായ ഉന്നതി അതാണ്. ഏത് കമ്മ്യൂണിസ്റ്റിന്റെ ലക്ഷ്യം ബൂർഷ്വയാവുക എന്നുള്ളതാണല്ലോ. ബൂർഷ്വ ആയിക്കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസത്തിന്റെ ആവശ്യമില്ലല്ലോ. സാറി പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരും, സ്റ്റാലിന്റെ ഭാര്യ സ്വർണം കൊടുക്കാൻ അവിടെ വരുമ്പോൾ അവർക്കുണ്ടായത് വലിയ സ്വീകരണമാണ്. അവലുമായി വന്ന കുചേലനോട് ഓഡിറ്റോറിയത്തിന്റെ മൂലയിൽ കിടക്ക് എന്നാണ് ദേവസ്വം പറയുന്നത്. നമുക്ക് ആ ദേവസ്വം ചെയ്യേണ്ടിയിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുചേല പ്രതിമ, ഗരുഡന്റെ പ്രതിമ പുതുതായിട്ട് വെക്കുന്നതുകൊണ്ട് മാറ്റിയാണെന്ന് പറയുകയാണെങ്കിൽ ഒരു കുചേലന്റെ പ്രതിമ, ഈ ഗരുഡന്റെ പ്രതിമ പുതിയത് വെക്കുന്നത് കാലേ കൂട്ടി അറിയാമല്ലോ, ഒരു കുചേല പ്രതിമ കൂടി അതിൻ്റെ കൂടെ ഉണ്ടാക്കുക, വേറൊരാളെ കൊണ്ട് പൈസ മുടക്കിയോ മറ്റോ. ഈ ഗരുഡനെ സ്ഥാപിക്കുന്നതിന്റെ കൂടെ കുചേലനെ സ്ഥാപിക്കുക, അങ്ങനെയല്ലേ വേണ്ടിയിരുന്നത്. ഒരു ജഡം കിടക്കുന്നത് പോലെയാണ് കുചേലൻ ആ ചൂലിന്റെ കൂടെ. നമുക്ക് ഇതിന്റെ കൂടെ ആ ചിത്രം കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണ് കുചേലൻ കിടക്കുന്നത്. എന്തൊരു കഷ്ടമാണിത്, മഹാപാപമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.